ഹായ് ഫ്രണ്ട്സ്. തമിഴക വെട്ടിക്കഴകം എന്നൊരു സംഘടനയുണ്ട്, രാഷ്ട്രീയ സംഘടന. അത് വേറെ എവിടെയല്ല, നമ്മുടെ തമിഴ്നാട്ടിലാണ്. മറ്റുള്ള ഈ സംഘടനയുടെ അമരക്കാരൻ അല്ലെങ്കിൽ നേതാവ് എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതനായ സിനിമാ നടൻ വിജയാണ്. അല്ലെ, ദളപതി വിജയ് എന്നൊക്കെ പറയുന്ന ഒരു സിനിമാ നടനാണ്. എനിക്കും പേഴ്സണലി എനിക്കിഷ്ടമുള്ള ഒരു നടന്മാരുടെ ഒരാളാണ് വിജയ്. അദ്ദേഹത്തെ ചെറുപ്പം തൊട്ട് നമ്മൾ സിനിമകൾ കാണുന്നതാണല്ലോ. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങുകയും അതിൽ ഇപ്പോൾ അവിടുത്തെ മുതലമച്ചർ എന്ന് പറയും, ഇവിടെ നമ്മൾ മുഖ്യമന്ത്രി എന്ന് പറയില്ല, അവിടെ മുതലമച്ചർ എന്ന് പറയും, ആ കാൻഡിഡേറ്റായിട്ട് നിൽക്കാൻ പോവുകയും ചെയ്യുകയാണിപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തെ ഒരുപാട് കാര്യങ്ങൾ വേട്ടയാടി. ഒന്ന് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ. അവിടുത്തെ ഭരണകക്ഷിയായിട്ടുള്ള ഡി എം കെയും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് പാർട്ടിയായിട്ടുള്ള എ ഡി എം കെയും ബി ജെ പിയും ഒക്കെ പല പല രീതിയിൽ അദ്ദേഹത്തെ താഴ്ത്താൻ ശ്രമിച്ചു. ഇപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് പോലും ഒരു ചെറിയ പ്രോബ്ലം, അതായത് അദ്ദേഹം ഡിവോഴ്സ് ആകാൻ പോകുന്നു അല്ലെങ്കിൽ ഡിവോഴ്സ് വരും എന്നൊക്കെ പറഞ്ഞ് വാർത്ത. പക്ഷെ ഒരിക്കലും ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് കിട്ടുന്ന കാര്യമൊന്നുമല്ല. അത് അവർ ഡിവോഴ്സ് പെറ്റീഷൻ, സംഗീത എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അത് കോടതി ഫയൽ സ്വീകരിച്ച ശേഷം അതിന് കുറേ ഫാമിലി കോർട്ടിൽ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, അങ്ങനെ ഓരോരോ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമാണ് ഈ പറയുന്ന ഡിവോഴ്സ് കിട്ടുക. അദ്ദേഹത്തിന് ഡിവോഴ്സൊന്നായിട്ടില്ല, ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് ഭാര്യ, അത്രേ ഉള്ളൂ. അത് വേറെ ഏതോ നടിയുമായി ഇദ്ദേഹത്തിന് ബന്ധമുണ്ട്, വഴിവിട്ട ബന്ധമുണ്ട് എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. സത്യമാണോ അത് മിഥ്യയാണോ എന്ന് നമുക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫാണ്, അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. ഇതിനേക്കാളും വലിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഈസി ആയിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന കാര്യം പോലും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ചൂഴ്ന്ന് ഇറങ്ങി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ വിജയ് ഡിവോഴ്സ് ആകാതിരിക്കുകയല്ല, അവിടെ നല്ല നേതാവുണ്ടായി, ഒരു മാറ്റത്തിന് വേണ്ടി ആൾക്കാർ കാത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും വിജയമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുവരേക്കും ബൈ.